വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ റീഡ് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഇൻകത്തിന്റെയും എക്സ്പെൻസസിന്റെയും ഒരു സ്പ്ലിറ്റ് ആണ്. സോ അത് കാണിക്കുന്നത് ഒരു കമ്പനി അവരുടെ ബിസിനസ് ഓപ്പറേഷൻസ് വഴി എത്ര രൂപയാണ് ഇൻകം ആയിട്ട് ജനറേറ്റ് ചെയ്തതെന്നും അതിൽ എക്സ്പെൻസസ് എത്ര രൂപയാണെന്നും അതുപോലെ പ്രോഫിറ്റ്സ് എത്ര ആണെന്നുള്ളതുമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്. A profit and loss statement is a financial statement that summarizes the revenues, costs and expenses incurred during a specific period, usually a fiscal quarter or year. അതായത് ഒരു കമ്പനി ഒരു ക്വാർട്ടറിലോ ഇയറിലോ അല്ലെങ്കിൽ ഒരു സർട്ടൺ പീരീഡ് ഓഫ് ടൈമിലോ എത്ര രൂപയാണ് അവരുടെ ബിസിനസ് ഓപ്പറേഷൻസിൽ നിന്ന് ഇൻകം ആയിട്ട് ജനറേറ്റ് ചെയ്തതെന്നും അതിൽ എക്സ്പെൻസസ് എത്രയാണെന്നും അതിൽ പ്രോഫിറ്റ്സ് എത്ര എന്നുള്ളതുമാണ്. ബാലൻസ് ഷീറ്റിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ബാലൻസ് ഷീറ്റിൽ ഡേറ്റ് മെൻഷൻ ചെയ്യുമ്പം ആസ് ഓണെന്നോ അല്ലെങ്കിൽ ആസ് ഓഫെന്നോ ആണ്. അതായത് ഒരു സ്പെസിഫിക് ഡേറ്റിൽ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നാണ് ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത്. പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഫോർ ദ പീരീഡ് എന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ ഫോർ ദ പീരീഡ് FY 2019 എന്നാണെങ്കിൽ അതിനർത്ഥം 2019 എന്ന ഫിസിക്കൽ ഇയറിൽ ആ കമ്പനിയുടെ ടോട്ടൽ റവന്യൂസും ടോട്ടൽ എക്സ്പെൻസസും അതുപോലെ ടോട്ടൽ പ്രോഫിറ്റ്സും ആയിരിക്കും അതിൽ കാണിച്ചിരിക്കുന്നത്. സോ ഏപ്രിൽ 2018 മുതൽ മാർച്ച് 2019 വരെയുള്ള 12 മാസത്തെ ടോട്ടൽ എക്സ്പെൻസസും ടോട്ടൽ റവന്യൂസും ആയിരിക്കും അതിൽ കാണിച്ചിരിക്കുന്നത്. ഏതൊരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എടുത്താലും അതിൽ 3 കാര്യങ്ങളായിരിക്കും മെയിൻലി ഉണ്ടാവുക: റവന്യൂസ്, എക്സ്പെൻസസ്, പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ. ഇനി ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതിന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്. ഇതാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ മാർച്ച് 31, 2019 അവസാനിച്ച ഫിനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ 2 ഹെഡിങ്സ് ആണ് മെയിൻലി ഉള്ളത്: ഇൻകവും എക്സ്പെൻസസും. ഈ ഇൻകം മൈനസ് എക്സ്പെൻസസ് ആണ് ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവരുടെ മെയിൻ ഓപ്പറേഷൻസിൽ നിന്നുള്ള റവന്യൂ എന്ന് പറയുന്നത് 38,224 crores ആണ്. അതുപോലെ ഇവരുടെ അതർ ഇൻകം എന്ന് പറയുന്നത് 664 crores ആണ്. സോ ഇവരുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 38,888 crores ആണ്. ഇനി ആ അതർ ഇൻകമായ 664 crores സ്പ്ലിറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ അവർ അറ്റാച്ച് ചെയ്തിരിക്കുന്ന നോട്ട്സ് ചെക്ക് ചെയ്താൽ മതി. സോ നോട്ട് 26 നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ അതർ ഇൻകം എന്ന് പറഞ്ഞാൽ അതിൽ മെജോറിറ്റിയും വന്നിരിക്കുന്നത് ഇവരുടെ ബാങ്ക് ഡിപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ടാണ്. പിന്നെയുള്ളത് ഇവരുടെ സബ്സിഡിയറി കമ്പനീസിൽ നിന്നുള്ള ഡിവിഡൻസും ആണ്. അടുത്തത് അവരുടെ എക്സ്പെൻസസ് ആണ്. അവരുടെ മെയിൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത് അവരുടെ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് തന്നെയാണ്. അതെന്ന് പറയുന്നത് 13,240 crores വരും. അടുത്തത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. അതും അവരുടെ ഡയറക്റ്റ് കോസ്റ്റ് ആണ്. അതെന്ന് പറയുന്നത് 4,708 crores വരും. പിന്നെ ഇൻവെൻട്രിയിലുള്ള ചേഞ്ചസ് ഉണ്ട്, പിന്നെ എംപ്ലോയീസിൻ്റെ കോസ്റ്റ് ഉണ്ട്, പിന്നെ ഫൈനാൻസ് കോസ്റ്റ് ഉണ്ട്, പിന്നെ ഡെപ്രീസിയേഷൻ ഉണ്ട്, അതുപോലെ അതർ എക്സ്പെൻസ് ഉണ്ട്. ഡെപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫിക്സഡ് അസറ്റ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്ര രൂപ താന്നെന്നാണ് ഉദ്ദേശിക്കുന്നത്. സപ്പോസ് ഇവരൊരു 10 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിക്കുമെന്ന് വിചാരിച്ചു. ആ കാറ് അവർ 5 വർഷമാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ആ കാറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. സോ കാറ് വാങ്ങിക്കുമ്പം അവരുടെ ബാലൻസ് ഷീറ്റിൽ ആ 10 ലക്ഷം രൂപ ഒരു ഫിക്സഡ് അസറ്റായിട്ടായിരിക്കും കാണിച്ചിരിക്കുന്നത്. പക്ഷേ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു 2 ലക്ഷം രൂപയുടെ ഡെപ്രിസിയേഷൻ കാണിക്കും. അതുപോലെ ബാലൻസ് ഷീറ്റിലാകുമ്പോഴത്തേക്ക് ആ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ 8 ലക്ഷം രൂപയും ആയിട്ടുണ്ടായിരിക്കും. അതുപോലെ ഓരോ വർഷം ഇവർ വാങ്ങിക്കുന്ന ഫിക്സഡ് അസറ്റ്സിൻ്റെ വാല്യൂ എല്ലാം ബാലൻസ് ഷീറ്റിൽ ആഡ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ആ അസറ്റ്സിൻ്റെ എല്ലാം ഡിപ്രിസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിച്ചിട്ട് അത് ബാലൻസ് ഷീറ്റിൽ എഗെയിൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടും ഉണ്ടായിരിക്കും. ഇനി ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ അതർ എക്സ്പെൻസസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 9,880 crores ആണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും അതെന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെയാണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് നോട്ട് 34 അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ആ 9,880 crores സ്പ്ലിറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ മെജോറിറ്റി എമൗണ്ടും പോയിരിക്കുന്നത് അഡ്വർടൈസിങ്ങിനും പ്രൊമോഷനും പിന്നെ ട്രാൻസ്പോർട്ടേഷനുമാണ്. ബാക്കി എക്സ്പെൻസസ് എന്ന് പറയുന്നത് പവറും ഫ്യൂവലും ലൈറ്റും വാട്ടറും റെൻറ്റും ട്രാവലും റിപ്പയറും അങ്ങനെ പലതുമാണ്. സോ ഇവരുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 38,888 crores ആണ്. ഇനി ഇവരുടെ ടോട്ടൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 30,139 crores ആണ്. സോ ഇൻകം മൈനസ് എക്സ്പെൻസസ് ചെയ്യുമ്പോൾ നമുക്ക് 8,749 crores കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു എക്സെപ്ഷണൽ ഐറ്റം ഉണ്ട്. അതെന്ന് പറയുന്നത് ഒരു 1 ടൈം ലോസോ അല്ലെങ്കിൽ 1 ടൈം ഗെയിനോ ആകാം. ഈ കേസിൽ അതൊരു 1 ടൈം ലോസ് ആണ്. സോ 8,749 നിന്ന് ആ 227 മൈനസ് ചെയ്യും. അങ്ങനെ 8,522 കിട്ടും. അതാണ് HULൻ്റെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത്. ഇനി അതിൽ നിന്ന് വേണം ടാക്സ് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 2,565 crores ആണ്. പക്ഷേ അവർക്കൊരു 79 crores ടാക്സ് ക്രെഡിറ്റും ഉണ്ട്. സോ അങ്ങനെയാകുമ്പം 8,522 മൈനസ് 2,565 പ്ലസ് 79 crores ആണ്. അതായത് 6,036 crores വരും അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മണി കൺട്രോളിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം.
നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ 38,224 crores ആണ്. അവരുടെ അതർ ഇൻകം എന്ന് പറയുന്നത് 664 crores ആണ്. അപ്പം അവരുടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 38,888 crores ആണ്. ഇനി അവരുടെ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ 13,240 crores ആണ്. അവരുടെ ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞാൽ 12 crores ആണ്. അവരുടെ എംപ്ലോയി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1,747 crores ആണ്. അവരുടെ ഫൈനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 28 crores ആണ്. പിന്നെ അവരുടെ ഡെപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ 524 crores ആണ്. പിന്നെ അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ 9,880 crores ആണ്. സോ ഞാനിപ്പം അവരുടെ ടോട്ടൽ റവന്യൂ ആയ 38,888 crores നിന്ന് ഈ എക്സ്പെൻസസ് എല്ലാം മൈനസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 13,457 ആണ് കിട്ടുന്നത്. പക്ഷേ ഇവർ കാണിച്ചിരിക്കുന്നത് 8,749 crores ആണ്. സോ നിങ്ങളിപ്പം HULൻ്റെ ഒഫീഷ്യൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ അകത്ത് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞിരിക്കുന്ന 4,708 crores മണി കൺട്രോളിൽ കാണിച്ചിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ആ 13,457 crores നിന്ന് ആ 4,708 മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 8,749 crores തന്നെ കിട്ടും. ഇനി അതിൽ നിന്ന് എക്സെപ്ഷണൽ ഐറ്റമായ 227 crores മൈനസ് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. അത് 8,522 ആണ്. ഇനി അതിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ നെറ്റ് പ്രോഫിറ്റായ 6,036 crores കിട്ടും. അത് കഴിഞ്ഞിട്ട് മണി കൺട്രോളിൽ HULൻ്റെ EPS കാണിച്ചിട്ടുണ്ട്. EPS എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും HULൻ്റെ EPS എന്ന് പറയുന്നത് 27.89 rupees ആണ്. അത് ലാസ്റ്റ് ഇയറിൽ 24.20 ആയിരുന്നു. ഇനി വീണ്ടും സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ആ നെറ്റ് പ്രോഫിറ്റ് ആയ 6,036 crores നിന്ന് എത്ര രൂപയാണ് ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും HUL ആ 6,036 crores പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 4,546 crores ഡിവിഡൻസ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു 913 crores അവർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ആയിട്ടും പേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റോ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റോ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ആ കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ NSEയുടെ BSEയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക. കാരണം ഫൈനാൻഷ്യൽ പോർട്ടൽസിലൊക്കെ കൊടുത്തിരിക്കുന്ന ഡേറ്റ എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഡേറ്റ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. മാത്രമല്ല ഒരു ഫൈനാൻഷ്യൽ പോർട്ടലിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമുക്ക് ആവശ്യമുള്ള പല ഡേറ്റയും കാണത്തുമില്ല. ഫോർ എക്സാമ്പിൾ ITCയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് മണി കൺട്രോൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അവരുടെ പ്രോഫിറ്റ്സും റവന്യൂവും ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ITCയുടെ സ്റ്റോക്ക് പ്രൈസ് താഴോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ITCയുടെ ആനുവൽ റിപ്പോർട്ടോ അല്ലെങ്കിൽ അവർ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിരിക്കുന്ന റിസൾട്ട്സോ ചെക്ക് ചെയ്താൽ മതി. സോ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ITCയുടെ റവന്യൂവിൻ്റെ 40-45% വരുന്നത് സിഗരറ്റ് സെയിൽസിൽ നിന്നാണ്. പക്ഷേ അവരുടെ പ്രോഫിറ്റ്സിൻ്റെ 80% വരുന്നത് ഈ സിഗരറ്റ്സിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബിസിനസ്സിന് ഒരു റിസ്ക്കും ഉണ്ട്. അതുകൊണ്ടാണ് അവരുടെ സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ മണി കൺട്രോളിൽ പോയിട്ട് ITCയുടെ ബാലൻസ് ഷീറ്റോ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റോ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എൻ്റെ അപ്കമിംഗ് എപ്പിസോഡിൽ ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ റീഡ് ചെയ്യണമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ എപ്പിസോഡ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.